പുതിയ രൂപത്തിലുണ്ടാക്കാൻ പോകും. അതായത് സാധാരണ നമ്മളെല്ലാം മസാല ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കടുകും ജീരകവും വറുത്തു, അതിനുശേഷം അതിലേക്ക് ഉള്ളി ഇട്ടു, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളൊരു മസാലക്കറി പോലെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടത്. ഇവിടെ ഉള്ളവർ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, തലേ ദിവസത്തെ ചപ്പാത്തി എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ തലേ ദിവസം അങ്ങനെ കഴിക്കാറ് പതിവില്ല, പക്ഷേ രാവിലെ ഉണ്ടാക്കിയത് നമുക്ക് വൈകുന്നേരം ഇങ്ങനെ ആക്കി കഴിക്കാൻ പറ്റും. അതായത് സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ, കറികൾക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. 3 ചപ്പാത്തിയാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ചപ്പാത്തി 3 എടുത്ത് അതോടെ ഞാൻ ഈ കത്രി കൊണ്ടാണ് മുറിച്ചേക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ നമ്മുടെ ഇത് വഴന്നുകൊണ്ടിരിക്കുക. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇവിടെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ അര സ്പൂൺ വീതം ഇട്ട് കിട്ടാം. ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേറെ കറി വേണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇടാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിത് യോജിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പം ഞാനിതിലേക്ക് 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ മസാലയൊന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടു. തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ചപ്പാത്തി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ല, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇനി മസാല കൂടുതൽ വേണമെന്നുള്ളവർ മസാല കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ. കറിയല്ലല്ലോ ഇതൊരു നമ്മളൊരു ഉപ്പുമാവ് പോലെയോ അല്ലെങ്കിൽ പുലാവ് പോലെയോ അങ്ങനെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മസാല ഉപയോഗിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തവ കൊണ്ടാണ് അടച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് തവ മാറ്റാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് മയം വന്നിട്ടുണ്ട്. ചപ്പാത്തി അതിൽ കുറച്ച് മയം വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിട്ട് ഇളക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം കേട്ടോ. വേണ്ടവർക്ക് മല്ലിയിലയും കൂടി ഇടാം. ഞാൻ നോക്കട്ടെ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ കൂടെ വല്ല ചിപ്സോ അങ്ങനെയൊക്കെ ഇടാം നമുക്ക്. ഇവിടെ ചപ്പാത്തി മസാല റെഡി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാം. കടല ഇടാം ഇതിനുള്ളിൽ. പിന്നെ ചിപ്സെന്ന് ഞാൻ പറഞ്ഞത് പോലെ ഈ ഇതൊക്കെ ഇല്ലേ, പൊട്ടറ്റോ അങ്ങനെ കിട്ടുന്ന ലേസിൻ്റെ ചിപ്സ് അങ്ങനെയൊക്കെ ഇട്ട് വേണമെങ്കിലും കഴിക്കാം. ഞാൻ കുറച്ച് മല്ലിയില ഇട്ടു, ലേസിൻ്റെ ഇതും ഇട്ടേ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ എൻ്റെ ചപ്പാത്തി ചാട്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. തലേ ദിവസത്തെ ചപ്പാത്തിയെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ഇടുക. എളുപ്പം ഉണ്ടാക്കാൻ കഴിയും.